നമുക്കൊരു ചില സന്തോഷ വാർത്തകളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടി നമ്മൾ പോയി, നമ്മൾ പൗലോസുമായി ചേർന്നുണ്ടായിരുന്ന അണ്ടകടാഹ എന്ന് പറയുന്നൊരു പരിപാടി. അപ്പോൾ ആ ഒരു വേദിയിൽ വെച്ചിട്ടാണ് എസെൻസ് അവതരിപ്പിക്കാറുള്ള, എല്ലാ വർഷവും ഉണ്ടാവാറുള്ള നമ്മളുടെ ലിറ്റ്മസ്, ആ ഒരു സംഗതി. ലിറ്റ്മസ് 25 ഇത്തവണ എറണാകുളത്ത് വെച്ചിട്ടാണ്, ഒക്ടോബർ 19 അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥം ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് അതിൻ്റെ പോസ്റ്റർ റിലീസ്, അതുപോലെ ഒരു വെബ്സൈറ്റ്, അതുപോലെ അതിൻ്റെ വീഡിയോ, അങ്ങനെയുള്ള പല സാധനങ്ങളും അന്ന് അവിടെ അനാവരണം ചെയ്യേണ്ടായി. അപ്പോൾ അക്കൂട്ടത്തിൽ അനാവരണം ചെയ്തൊരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു അവാർഡ് എന്ന് പറയുന്ന കാര്യം. ഫ്രീ തിങ്കർ ഓഫ് ദ ഇയർ 2025 ഇതാണ് അവാർഡ്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം, ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സത്യത്തിൽ അവിടെ വെച്ച് എന്നോട് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഓസ്കാറൊക്കെ വാങ്ങിക്കുന്ന ആളുകളുടെ അവസ്ഥ, ഇതൊക്കെ മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് അതിനായിരിക്കുന്നു, അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് ഈ 2 വാക്ക് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ഈ തൃശ്ശൂർ നമ്മൾ ചെന്നു, പരിപാടി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പരിപാടിക്ക് പോകുമ്പോൾ തൃശ്ശൂർ ആയതുകൊണ്ട് നമ്മൾ വീട് തൃശ്ശൂർ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചിരുന്നു. നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് ആ മഴയൊന്നും വകവെക്കാതെ നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പരിപാടി നടക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ദൂരമുണ്ട്, 14 കിലോമീറ്റർ കേച്ചേരി. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് വാപ്പാനെ ഉമ്മാനെയൊക്കെ ഒന്ന് കാണാമല്ലോ, രണ്ട് വർഷം കണ്ടായും തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെ. അവിടെ ഒരു മദ്രസയുടെ പ്രതീതി തന്നെയായിരുന്നു. ഒരു വശത്ത് ഉമ്മ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് പെങ്ങൾ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെറിയ കുട്ടികൾ വേറെ ഉണ്ട്, പക്ഷേ വാപ്പ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാപ്പാക്കാണെങ്കിൽ മറവിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുതന്നെ നമ്മളെ പെട്ടെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല. ഇതാണ് അവിടുത്തെ ഒരവസ്ഥ. അപ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. കാരണം നമ്മളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളിൽ ഒരാൾ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും അവിടെ കൂടി ചെന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു സമൂഹത്തിലൊരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ഒരു വശത്തെ ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതിൻ്റെ അത് വലിയ എന്തോ കാര്യമാണെന്നുള്ള രീതിയിൽ അവർ പറയുന്നു. മറുവശത്ത് നമ്മളെ കൂടെ ഉണ്ടാകേണ്ട ആളുകൾ, അതാര് തന്നെ ആയിക്കോട്ടെ, അത് സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്, ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവരെ ഒരു വശത്ത് നമ്മൾ വലിയ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് ഈ പറയുന്ന മാറ്റമോ ഈ പറയുന്ന ആളുകൾ ഗുണമാണ് എന്ന് കാണുന്ന കാര്യങ്ങളോ കാണാതെ ഇരിക്കുന്ന കുറേ ആളുകൾ ഇപ്പുറത്ത്. ഇങ്ങനെയാണ് ഒരു 2 വലിയ ദ്വന്ദ്ം, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അവാർഡ് പോലെയുള്ള സംഗതികൾ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മളെ ഈ പറയുന്ന നമ്മൾ ചെയ്യുന്നത് എന്ത് എന്ന് മനസ്സിലാകാത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കാണ് ഇത് ഡെഡിക്കേറ്റ്. അതിൽ ഒന്നാമത്തെ നിരയിൽ നിൽക്കുന്നത് നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. ഇതാണ് എനിക്കിതിൽ പറയാനുള്ള 2 വാക്ക് എന്ന് പറയുന്നത്. കുടുംബക്കാരെ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണും, ഇതാണ് സംഭവം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു വലിയമ്മയെക്കുറിച്ച്. വലിയമ്മ ഇത് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, വലിയമ്മായി കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും നമ്മൾ കാണില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും അമ്മായി കാണാൻ സാധ്യതയില്ല, പക്ഷേ അമ്മായിയുടെ വീട്ടിലുള്ള വേറെ പല ആളുകളും നമ്മളെ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരം എന്ന് പറയുന്നത്. ഇപ്പോൾ മതവേദികളിൽ, ഇപ്പോൾ വെള്ളിയാഴ്ചകളിലടക്കം അറിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, അവർ ഇസ്ലാമിലെ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പഠിപ്പിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ നമ്മളൊക്കെ പറയുന്ന എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്വതന്ത്രചിന്തകരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്ന വാദങ്ങൾ, അതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ്, ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഈ സംഗതികളിൽ ഉള്ള അപ്പോളജി, അത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അൺഅപ്പോളജറ്റിക്കലി എത്തീസ്റ്റ് എന്ന് പറയുമ്പോൾ എത്തീസ്റ്റ് ആയതിൽ ഒരു കുറ്റബോധവും വേണ്ട ആവശ്യമില്ല. അത് നമ്മളൊരു ക്ലിയർ പൊസിഷനാണ്. വെറുതെ അബദ്ധവശാൽ ജനിച്ചു വീണതുകൊണ്ട് എത്തിസ്റ്റ് ആവുന്നൊന്നുമല്ല. നമ്മൾ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കി പഠിച്ചിട്ട് എത്തിസ്റ്റ് ആവുന്നതാണ്. അതേപോലെ ഈ ഒരു മതവേദികളിൽ ഇതുപോലെയുള്ള സംഗതികൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, ജനിച്ചു വീണതിൻ്റെ പേരിൽ വീണുപോയ ഒരു സാധനത്തെ വെളുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പോളജറ്റിക്കുകൾ എന്ന് പറയുന്ന ആളുകൾ, അതിനെ കടന്ന് മെഴുകുന്ന ആളുകൾ. അങ്ങനെ വരുമ്പോൾ അവർ ഈ ചോദ്യങ്ങളാണ് അവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ അൺമാസ്കിങ് അനോമലീസ് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ അവരേറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? കാരണം നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യക്കൂട്ടം അത്
അവരില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികളിലേക്ക് അത് എത്തില്ല, നമ്മൾ അവിടേക്ക് എത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ആ ബാരിയറാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ചാനലുകൾ അവിടെ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നു. അത് നമ്മളെക്കാൾ മികച്ച രീതിയിൽ അവർക്ക് സാധിക്കും. ഇതാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരിപാടിയിൽ പോയപ്പോഴും ഒരാൾ വന്നിട്ട് പറഞ്ഞു, താങ്കളെക്കുറിച്ച് പിൻട്രസ്റ്റിൽ ചില ആളുകൾ പലതൊക്കെ എഴുതി വിടുന്നുണ്ട്, സാർ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം. ഓഹോ, പിൻട്രസ്റ്റിൽ നമ്മൾ എത്തിയോ? അപ്പോൾ ഞാൻ ആലോചിക്കണം ഇത്രയേ ഉള്ളൂ, പിൻട്രസ്റ്റിൽ അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർക്കിളിൽ നമ്മളെക്കുറിച്ച് അറിയണം. അതെങ്ങനെ അറിയാം? ഇതേപോലെയുള്ള ആളുകൾ നമ്മളെടുത്ത് വെച്ച് നമ്മൾ പടമൊക്കെ വെച്ച് നമ്മളെ പേര് വെച്ച് നമ്മളെ വാദങ്ങൾ അവിടെ എത്തിക്കുമ്പോൾ ആ പിൻട്രസ്റ്റിലുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് അറിയല്ലേ ചെയ്യുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ പബ്ലിസിറ്റി, ഇതാണ് നമ്മൾ പറയുന്നത്. അതെന്ത് തന്നെ ആയാലും അവിടെ എത്തും. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള മറുപടികൾ അത് ഇവിടെ വരുമ്പോൾ അത് അവർക്ക് കേൾക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് കേൾക്കുന്നുണ്ട്, കേട്ടാണ് ആളുകൾ മാറുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ഇവോൾവ് ചെയ്യുക. അങ്ങനെയാണ് ഇത്. ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ പിടിച്ചിരുത്തിയിട്ട് നമുക്ക് ഉപദേശിച്ച് നേരാക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. അവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ആ കഴിവിനെയാണ് നമ്മൾ ഇവിടെ എന്താ പറയുക, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ കഴിവിലെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ വിവരങ്ങൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്യൂവലല്ല, നമ്മളെന്താണ് കൊടുക്കുന്നത്? അവർക്ക് റൺ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓടുന്നതും ഫ്യൂവലൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ സാധനങ്ങൾ നമ്മൾ ഒന്ന് ഓണാക്കുക, അതിന് തീപ്പരി ഇട്ട് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് വലിയൊരു കൂട്ടം ആളുകൾക്ക്, ഇപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കൂട്ടം ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നു എന്ന് വരുമ്പോൾ, ഇതൊന്നും മനസ്സിലാകാതെ നിൽക്കുന്ന കുടുംബക്കാരായിട്ടുള്ള ആളുകൾ, മറ്റ് ബന്ധുക്കൾ, കൂട്ടുകാർ, ഇവരൊക്കെ ഉണ്ട്. കൂട്ടുകാരെന്നാണ് നമ്മൾ വിളിക്കുക, പക്ഷേ അവർ നമ്മൾ ശത്രുക്കൾ എന്നായിരിക്കും വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാകാതെ പോകുമ്പോൾ ഈ തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് അവർക്കുള്ള ഒരു മൈൽ സ്റ്റോൺ ആക്കിയിട്ട് മാറ്റുകയാണ്. 2019 എസൻഷ്യ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിലും മുകളിൽ നിൽക്കുന്നൊരു സംഗതി എന്ന് വെച്ചാൽ കുറച്ചും കൂടി മാഗ്നിറ്റ്യൂഡ് വലുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ പോകുമ്പോൾ ഇത് ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുട്ടിക്കളിയല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഡെമോക്രസി അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതല്ലെങ്കിൽ സെക്യുലറിസം, ഇങ്ങനെയൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ, ഈ സംഗതികൾ വരുമ്പോൾ ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല. ഇത് നിങ്ങളും കൂടി പണിയെടുക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് തുടരും. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ്. അത് ഇന്ന് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത്ര എളുപ്പമല്ല. അപ്പോഴാണ് പുറത്തുള്ള നമ്മളുടെ ഒരു സുഹൃത്ത്, ഞാൻ പേരിപ്പോൾ പറയുന്നില്ല കാരണം അതിനകത്തൊരു വേറൊരു സാധനം നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, ഒരു പണി അവിടെ വെക്കുന്നുണ്ട്, അതുകൊണ്ട് പേര് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും അവിടെ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സംഗതി, എസൻസ് ആയാലും ഇതുപോലെ നടക്കുന്ന എക്സ് മുസ്ലിങ്ങൾ ചെയ്യുന്നതായാലും, എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞില്ല, നമ്മളെപ്പോലുള്ള ആളുകൾ നാട്ടിൽ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളായാലും ഒക്കെ ചെയ്യുന്നൊരു പ്രവൃത്തി അത് അവരുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, യൂറോപ്പിൽ നിന്നും പറയുകയാണ്, അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആശിച്ചു പോവുകയാണ്, ഇവിടെ ഈ കാണുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു എന്ന് പറയുന്നു. കാരണം അവിടെ എന്താണ്, അവിടെ ഒരു വശത്ത് ഈ പറയുന്ന ഹമാസ് അനുകൂലികൾ, പ്രോ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, മറുവശത്ത് എക്സ്ട്രീമായിട്ടുള്ള റൈറ്റ് വിങ് ആളുകൾ, പിന്നെ കുറേ വോക്കുകൾ. ഇതിൽ വലിയൊരു പ്രശ്നം അവിടെ നടക്കുകയാണ്. ഇത് തമ്മിലുള്ള വടംവലിയും ഇത് തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ. ഞാനപ്പോൾ അതിങ്ങനെ ആലോചിച്ചിങ്ങനെ മനസ്സിലിരിക്കുമ്പോഴാണ് ഈ ഒരു മെസ്സേജ് വരുന്ന പോലെ 3 വോയിസ് മെസ്സേജായിട്ട് വിടുകയാണ്. അപ്പോൾ ആദ്യത്തെ കേട്ടപ്പോൾ തന്നെ ഇത് പറയാം, കാരണം ഇത് കുറേ ദിവസങ്ങളായിട്ട് മനസ്സിൽ ഉള്ള സംഗതിയാണ് എന്നിരിക്കുകയാണ്. രണ്ടാമത്തെ വോയിസ് മെസ്സേജിൽ ഈ കാരണമാണ് പറയുന്നത്, അതായത് എക്സ്ട്രീം റൈറ്റും വോക്കുകളും എല്ലാവരും കൂടിയിട്ടുണ്ടാക്കുന്ന ആ ഒരു കുഴപ്പം. അപ്പോൾ അത് ഇവിടെ പറയുകയാണെങ്കിൽ ശരിക്കും കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്ത മണ്ഡലത്തിൽ നിൽക്കുന്ന ഇത്തരം സംഘടനകളായാലും വ്യക്തികളായാലും ഒക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്ന സംഗതിയാണ് നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ് ഇവിടെ നടക്കുന്നത്. പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ഈ പ്രോ പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ, മറുവശത്ത് ആൻറ്റി പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ റൈറ്റ് വിങ് എന്ന് പറഞ്ഞ്, എന്ത് പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. നമ്മളതൊന്നുമല്ല പറയുന്നത്. ഇസ്രായേൽ അവിടെ നടത്തുന്ന യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന സംഗതികളിലുള്ള അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. അതിനകത്ത് എന്തെങ്കിലും ഈ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അത് ഉണ്ടാക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയണം, അതിനെ കോൾ ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിനകത്ത് നടത്തുന്ന ക്രൈമുകളെക്കുറിച്ച് നമ്മൾ പറയണം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനകത്ത് അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയും. ജനോസൈഡ് ആർഗ്യുമെൻറ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് എവിടെ തെളിവെന്ന് നമ്മൾ ചോദിക്കും. തെളിയിക്കാൻ പറയുന്നു, തെളിവില്ല. ഇപ്പോൾ തെളിവില്ല എന്ന് മാത്രമല്ല, ഞാൻ 5 ലക്ഷം ആക്കി, ഇന്ന് ഫൈനൽ ഡേ ആണ്, ഇത് 10 മിനിറ്റും കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഹലാസ്
ഖതം, ടാറ്റ, ബൈ ബൈ, ഇനിയില്ല ആ ഒരു വെല്ലുവിളി, സംവാദമല്ല, ആ തെളിവ് വെച്ച് നിങ്ങളത് ഡോക്യുമെൻ്റഡ് ആയിട്ട് അത് പ്രഖ്യാപിക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. കുറേ വെല്ലുവിളി ഏറ്റെടുത്തു, 2 ലക്ഷം തന്നു, അത് ഇത് തന്നു എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ വന്നെങ്കിലും ഒരാൾ പോലും തെളിവുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ചില ആളുകൾ ചില ലിങ്കുകളൊക്കെ പോസ്റ്റ് ചെയ്തു. അതിലേറ്റവും പ്രധാനം ആംനസ്റ്റി ഇൻ്റർനാഷണൽ ജനോസൈഡ് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക, അവരൊരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പല ആളുകളും കൊണ്ടുവന്നിട്ട് ഇന്നാ പിടിച്ചോ തെളിവെന്ന് പറഞ്ഞിട്ട് തന്നത്. ആ സാധനം നമ്മൾ വായിച്ചു, 100-200 പേജോളം ഉണ്ട്. അതിനകത്ത് പച്ചയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജനോസൈഡ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ട കാറ്റഗറി ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ജനോസൈഡിൻ്റെ ഡെഫിനിഷൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതിൽ പ്രധാനമാണ് എന്ത്, അതായത് ജനോസൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻറ്റൻറ്റ് അത് തെളിയിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ജനോസൈഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്ഷൻ, ഇത് രണ്ടും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. അത് അവിടെ നടക്കുന്നില്ല. ഇത് ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടിൽ പോലും നമുക്ക് കാണുകയാണ് അതില്ല. അപ്പോൾ അതിന് അവരെന്താ ചെയ്യുന്നത്, അവരതിനകത്തൊരു തട്ടിക്കൂട്ട് ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് ജനോസൈഡിൻ്റെ ഡെഫിനിഷൻ അവരുടേതായിട്ടുള്ള രീതിയിൽ മറ്റേ സിനിമയിൽ പറയുന്നത് എൻ്റെ 2 പുതിയ ഭാവം എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളുടെ വക 2 കണ്ടീഷൻ കൂടി ചേർക്കുന്നു എന്നുള്ള രീതിയിൽ അവരൊരു പുതിയ സാധനം കൂടി ആഡ് ചെയ്തിട്ടാണ് ജനോസൈഡിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഹൈബ്രിഡൈസ് ചെയ്തിട്ടൊരു പരിപാടി. ഇതാണ് ആംനസ്റ്റി ചെയ്യുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളൊരു ഓപ്പൺ ലെറ്റർ ആംനസ്റ്റിക്ക് എഴുതുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ ലിങ്ക് കൊണ്ടിട്ട് തന്ന ആളുകൾക്ക് വലിയ നന്ദി. നമ്മൾ അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോ ഞാനും നമ്മളെ പിങ്കിയും കൂടി ഇരുന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ്, തട്ടിക്കൂട്ട് സാധനമാണ് അതിനകത്തും ആ റിപ്പോർട്ട് കൊണ്ട് തന്നിട്ടുള്ള ആളുകളോടും പറയാണ് അതിനകത്ത് ആംനസ്റ്റി ഈസ് ഫെയിൽഡ്. അതിനകത്ത് ജനോസൈഡ് തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. കാരണം ഈ ഡെഫിനിഷൻ പോലും അതിനകത്ത് പാലിക്കപ്പെടുന്നില്ല. എന്നാൽ അവർ വെക്കുന്ന മാനദണ്ഡം വെച്ചിട്ട് തിരിച്ച് ഹമാസ് ചെയ്ത ആക്ടിവിറ്റീനെ നിങ്ങൾ ജനോസൈഡ് ആണോ അല്ലയോ എന്നൊന്ന് അന്വേഷിക്കാൻ നോക്കിയൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അതായത് ഹമാസാണ് സത്യത്തിൽ ജനോസൈഡ് ചെയ്തത് എന്നുള്ളതിന്. ഒക്ടോബർ 7 നടത്തിയ എന്താണ് ഇൻറ്റൻറ്റ്, ജൂതന്മാരെ കൊല്ലണമെന്ന ഇൻറ്റൻറ്റ്, ആക്ഷൻ, അതായത് മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് പോകുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് ആ ആക്ഷൻ, അതായത് അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന കൃത്യമായ ലക്ഷ്യത്തോടെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് ജനസൈഡൽ ഇൻറ്റൻറ്റ്, ജനസൈഡൽ ആക്ഷൻ. ഇത് രണ്ടോടെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പിന്നെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ആവർത്തിക്കും, ഒക്ടോബർ 7 ആവർത്തിക്കും. ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് എന്ന് പറയുന്നത് അത് ഇനിയും ഉണ്ടാക്കുമെന്ന് ഈ പറയുന്ന ഹമാസിൻ്റെ തന്നെ നേതാക്കളിരുന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻറ്റൻറ്റ് വീണ്ടും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും കൂടി ചെയ്യുന്നത് കൃത്യമായിട്ട് 1, 2, 3 നിങ്ങൾക്ക് കാണാം ഇത് ഹമാസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന സാധനമായി പോയി ആംനസ്റ്റി ഇൻ്റർനാഷണൽ എഴുതിയ ആ റിപ്പോർട്ട് കൊണ്ടു തന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അത് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇതേ ടീം വന്നിട്ട് പറയുന്നു നിങ്ങളുടെ വെല്ലുവിളി, ഇപ്പോൾ വെല്ലുവിളിയുടെ സീസണാണല്ലോ, അപ്പോൾ തിരിച്ചൊരു വെല്ലുവിളി. ഈ പ്രശ്നത്തിൻ്റെ കാരണം അങ്ങനെയാണ് അവർ അതിനകത്ത് ഇടുന്നത്. ഞാനതൊന്ന് വായിക്കാം. അവർ അതിൻ്റെ ഒരു ചിത്രം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം എന്താണ് അവർ കൊടുത്തിരിക്കുന്നത്, ജനോസൈഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ കാരണം ഈ പറയുന്ന സാധനമാണെന്ന്. എന്നാൽ പാലസ്തീൻ പ്രശ്നം ഇസ്ലാമിൻ്റെ മതപുസ്തക കാരണം ഉണ്ടായതാണ് എന്ന് തെളിയിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ. ഇതാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഈ ഇൻഫിഡൽസ് ടീം നമ്മൾ അവരുടെ ചാനലിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അത് വളരെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണെന്ന് പറയും, ഒക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഈ ചാനൽ പോലുള്ള ആളുകൾ ഇറക്കി വിടുന്ന മണ്ടത്തരങ്ങൾ, ഇതിനകത്തുള്ള ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വിഷ്വൽ തിങ്കിങ്, അതുപോലെ അവരുടെ വളരെ ഫാൻസിഫുൾ ആയിട്ടുള്ള ചില ഡെറിവേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് അതിനകത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ ഇവരോട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, അതായത് പാലസ്തീൻ പ്രശ്നം ഇസ്ലാമിൻ്റെ മതപുസ്തകം കാരണം ഉണ്ടായതാണെന്ന് നമ്മളെവിടെ പറയുന്നത്? അങ്ങനെ ഒരു വാദം നമുക്കില്ലല്ലോ. പക്ഷെ നമ്മളെന്താ പറയുന്നത്? അതൊരു വൃത്തിക്ക് അതിനകത്ത് ഒരാൾ കമൻ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ കമൻറ്റ് ഇവർ കണ്ടോയെന്ന് എനിക്കറിയില്ല. മതം ഒരു പ്രധാന ഘടകമാണ്, പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമല്ല. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം മതമല്ല. പക്ഷേ ഈ പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ പ്രശ്നം ഇതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അത് മതമാണ്. അതിനെന്താ തെളിവ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഹമാസിൻ്റെ ചാർട്ടർ എടുത്ത് വായിച്ചു നോക്കൂ. അതിൻ്റെ ആദ്യത്തെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? അതായത് ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ ജസ്റ്റ് ലൈക്ക് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ്. ഇത് അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇസ്ലാമാണ് കാരണം. അതിൻ്റെ കാരണം എന്താണെന്ന് അതിൻ്റെ താഴെ ഹദീസും അവർ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവസാനത്തെ ജൂതനെ കൊന്നു തള്ളുന്നത് വരേക്കും ഈ സാധനത്തിന് അന്ത്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള സാധനം. കല്ലിൻ്റെ പിന്നിൽ ഒളിക്കും, മരത്തിൻ്റെ പിന്നിൽ ഒളിക്കും, ഇതൊക്കെ പറഞ്ഞിട്ട് ആ ഹദീസും കോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജിഹാദാണെന്ന് അവർ തന്നെ എഴുതി. ആർട്ടിക്കിൾ 13 എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് അവരുടെ തന്നെ ഈ ഹമാസിൻ്റെ തന്നെ ചാർട്ടറിൽ ഉണ്ടായിരിക്കെ. ഇത് PLOയുടെ ചാർട്ടറിലുണ്ടായിരുന്നു. PLOയുടെ ചാർട്ടർ ഇപ്പോൾ ഇവർ തന്നെ ഡിബങ്കിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് സ്വന്തം മൂട്ടിൽ വീണ്ടും വെടിവെച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഈ വോക്ക് ഓളികൾ. അതിൽ റിഡക്റ്റീവ് ചാനൽ അവരൊരു വീഡിയോ ചെയ്തു 7 പോയിന്റുകൾ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് 7 പോയിന്റ് കൊണ്ടുവന്നതിൽ 2 വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ആ ലിങ്ക് കൊടുത്ത് എന്തോ ഒരു മിസ്റ്റേക്കാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ പറഞ്ഞതൊന്നും കൊടുത്ത ലിങ്ക് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്.
എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലിങ്കേ മാറിയിട്ടുള്ളൂ, പറഞ്ഞ സാധനം അപ്പുറത്ത് വേറെ ലിങ്കിൽ ഉണ്ട്, അതവരെടുക്കുന്നില്ല. പോട്ടെ, ഏതായാലും 10-70ഓളം തെളിവുകൾ ലിങ്കായിട്ട് കൊടുത്തത് അവർ മുഴുവൻ പരിശോധിച്ചിട്ട് അവർ പൊക്കിക്കൊണ്ടുവന്നത് 7 എണ്ണമാണ്. എന്ന് വെച്ചാൽ ബാക്കി 72 ഓക്കെയാണ് എന്നതാണ് അവിടെ വരുന്നത്. 7 എണ്ണത്തിനാണ് പ്രശ്നമുള്ളൂ. അതിൽ തന്നെ 2 എണ്ണത്തിൻ്റെ പ്രശ്നം എന്താണ്? അത് കൊടുത്ത ടൈറ്റിലിൽ കൊടുത്തതും കൊടുത്ത ലിങ്കും രണ്ട് മാറിപ്പോയിരിക്കുന്നു. ഇതാണ് പ്രശ്നം. അപ്പോഴും ഒറിജിനൽ ലിങ്ക് വേറെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം, അത് ടോമി ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അതല്ല, ബാക്കി 5 സംഗതികൾ എടുത്ത് നോക്കണം. 5നും അവർ കാണാത്തത് കൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല. ആർഗ്യുമെൻറ്റ് ഫ്രം ഇഗ്നറൻസ്, ഇതാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ അവസാനത്തതാണ് PLOയുടെ ചാർട്ടറിൽ എവിടെയാണ് ജൂതനെ ഉന്മൂലനം ചെയ്യണം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ഇതാണ് അവർ ചോദിക്കുന്നത്. അവരുടെ വീഡിയോ കാണാം. അതിൽ 7ാമത്തെ പോയിൻ്റായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ PLOയുടെ ചാർട്ടർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരൊരു സാധനം കാണിക്കുകയാണ്. അവർ സാധനം കാണിക്കണത് ഏതാണ്? ഈ 64 ഈ PLOയുടെ ചാർട്ടർ ഉണ്ട്. അതിനുശേഷം 93 ഓസ്ലോ അക്കോർഡ്സിന് ശേഷം അവരത് പുതുക്കുന്നുണ്ട്. അങ്ങനെ പുതുക്കിയ സാധനം എടുത്ത് വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇതിലെവിടെ എന്ന്. ഇവരുടെ ഒറിജിനൽ ചാർട്ടറിൽ ഈ സാധനം എഴുതി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആർട്ടിക്കിൾ 15 അതുപോലെ തന്നെ 21 അതെടുത്ത് വായിച്ചാൽ അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, ഈ സയനിസ്റ്റുകളെ നമ്മൾ ഉന്മൂലനം ചെയ്യും, ഫ്രം ദ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സാധനം തന്നെയാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ജൂത ഉന്മൂലനം എന്ന് പറയുന്ന PLOയിലുണ്ട്. അത് അവർ അമെൻഡ് ചെയ്യാൻ കാരണം എന്താണ്? അത് ഈ പറയുന്ന 1993 ഓസ്ലോ അക്കോർഡ്സ് ആണ്. അപ്പോൾ ഓസ്ലോ അക്കോർഡ്സ് വന്നപ്പോൾ അത് പുതുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അക്കോർഡ്സ് ഒപ്പിട്ട സമയത്ത് യാസർ അറാഫത്ത് തന്നെ പറയുന്നു, വലിയ അറബ് ബാക്ക്ലാഷ് ഉണ്ടാവുകയാണ്. ഇതെന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത്? ഇസ്രായേലുമായിട്ട് നോ പീസ്, നോ നെഗോഷിയേഷൻ, അതുപോലെ എന്താണ് നോ റെക്കഗ്നിഷൻ, ഇങ്ങനെ പറഞ്ഞ് 3 നോസ് എന്ന് പറഞ്ഞ് നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നിങ്ങളിത് പിന്മാറുമ്പോൾ എന്താണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് ബാക്കി അറബ് രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഈ യാസർ അറാഫത്ത് ജോനാസ്ബർഗ് ആ ഒരു അഡ്രസ്സിൽ പറഞ്ഞത് 1994 പറഞ്ഞത് എന്താണ്? ഇതൊരു ഹുദൈബിയ സന്ധിയാണ് എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇത് തൽക്കാലത്തേക്ക് അവർ വീക്കാവുന്നത് വരെ, അല്ലെങ്കിൽ അവർ ഇതിന് ശ്രദ്ധ മാറുന്നത് വരെ തൽക്കാലത്തെക്കുറിച്ച് സമയം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടവ് നയമാണ്, ഒരു തക്കിയയാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞത് ഈ യാസർ അറാഫത്താണ്. ഇതൊക്കെ ഇവർ മറക്കും, ഇതൊക്കെ കുഴിച്ചു മൂടും. ഇതാണ് ഈ പറയുന്ന യാസർ അറാഫത്ത് പറഞ്ഞത്. എന്നിട്ട് കൃത്യം ഈ പറയുന്ന ഓസ്ലോ അക്കോർഡ്സ് കഴിഞ്ഞിട്ട് ഇന്തിഫാദ എന്ന് പറയുന്ന സാധനത്തിന് പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കുകയും ആ സംഗതി അവിടെ തടയുന്നതിന് തുല്യം അവിടെ തകർക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് പിന്നെ വീണ്ടും ഇന്തിഫാദ എന്ന് പറഞ്ഞിറങ്ങി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നത്. അപ്പോൾ ഓരോ സമാധാന ശ്രമം മുന്നോട്ട് വെക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇസ്രായേലും അത് പ്രപ്പോസ് ചെയ്യുന്നത് ഇസ്രായേൽ, എന്നാൽ ഇത് എപ്പോഴും തകർക്കുന്ന റോളിൽ വരുന്നത്, അതിനെ ഇഗ്നോർ ചെയ്യുന്ന തലത്തിലേക്ക് വരുന്നത് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ, പാലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. ഇതാണ് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. ഇതാണ്. അപ്പോൾ ഈ സംഗതിക്ക് വേണ്ടിയിട്ട് ഇത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ അമെൻഡ് ചെയ്യുകയാണ് ഈ പറയുന്ന സാധനം. ഇത് ഹമാസും ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെ 87 ചാർട്ടറിൽ നിങ്ങൾക്കിത് കാണാം, ഈ പാലസ്തീനെ ഇസ്രായേലിനെ ഇല്ലാതെയാക്കണമെന്ന് പറയുന്നത്. പക്ഷേ അവരും കുറച്ച് കഴിയുമ്പോൾ 2017 കണ്ട് അവർ അമെൻഡ് ചെയ്യുന്നു, അതിനകത്ത് പല സാധനങ്ങൾ മാറ്റുന്നു. അപ്പോൾ മാറ്റിയിട്ട് പക്ഷേ അവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട് നടക്കണം എന്താ? ഫ്രം ദ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്നുള്ളത് പോട്ടെ, അവർ പറയുന്ന മറ്റൊരു സാധനമുണ്ട്, അതായത് ഖൈബർ യാ യഹൂദ് എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? അതായത് ഖൈബർ എന്ന് പറയുന്നത് ജൂതഗോത്രമാണ്. ഓക്കെ, അവരോട് പറയാണ് ഈ പറയുന്ന യാ യഹൂദികളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ജയ്ഷ് മുഹമ്മദ് എന്ന് പറഞ്ഞത്, അതായത് മുഹമ്മദിൻ്റെ സൈന്യം നിങ്ങളെയും തേടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖൈബറിലെ യുദ്ധം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂതന്മാർക്ക് കൊടുക്കുന്ന വാണിംഗ് ആണ് എന്ത്? മുഹമ്മദിൻ്റെ സൈന്യം വരുന്നുണ്ട്, നിങ്ങളെ പണി ഇപ്പം പൂട്ടും എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ആരാണ്? ഈ ഗാസൻ ജനതയാണ്, ഈ ഹമാസാണ്. ഇന്ന് വിളിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. എന്നിട്ടും പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച വേണേൽ പള്ളിയിട്ട് പോയിട്ട് പറഞ്ഞു. ഇത് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ പറയുന്ന ടീമുകൾ ഇരുന്നിട്ട് ഇതിൽ ഇസ്ലാമിനാണ് പങ്ക് എന്ന് തെളിയിക്കൂ എന്ന് ചോദിക്കണേ. പങ്ക് ഞാൻ പറഞ്ഞു, പങ്കുണ്ട്. അത് തടയുന്നതിനും പ്രോസസ്സ് ഈ ഒരു കോംപ്ലിക്കേഷനുള്ള ഈ പ്രശ്നം അവസാനിക്കാതിരിക്കാനും ഇസ്ലാമിന് കൃത്യമായ പങ്കുണ്ട്. ഉണ്ടായതിൻ്റെ കാരണം അതാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ രാജ്യങ്ങളുണ്ടാകും, അതാണ് ലോകത്ത് നടന്നിട്ടുള്ളത്. എത്ര രാജ്യങ്ങൾ പുതിയതുണ്ടാകുന്നു, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലത് ഒരുമിച്ച് ചേർന്ന് യൂറോപ്യൻ യൂണിയനെ പോലെ ഒരുമിച്ചാകുന്നു. ഇതെല്ലാം ലോകത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്തൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അത് മതം തന്നെയാണ്. അത് അവരുടെ തന്നെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നു. PLOയുടെ ചാർട്ടറിലുണ്ടായിരുന്നു, ഈ പറയുന്ന ഹമാസിൻ്റെ ചാർട്ടറിൽ ഇന്നും ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ഈ ഇസ്ലാമിന് കൃത്യമായ പങ്കുണ്ട്. അതിൽ ഹദീസ് വരെ അവരാണ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പ വെല്ലുവിളികൾ വെച്ചിട്ട് നമ്മൾ വെച്ച വെല്ലുവിളിയെ നിങ്ങൾക്ക് ഏറ്റെടുക്കാനോ അത് തെളിയിക്കാനോ സാധിക്കാതെ വരുമ്പോൾ അതിലെ അമളി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ഉടായ്പ പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ അതിനേക്കാൾ നല്ല വല്ല കക്കാൻ പോയിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
നിങ്ങൾക്ക് പറ്റുന്ന പണി അതായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ്, വലിയ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന തെളിവ് എവിടെ നിന്ന് എടുക്കണം, ഏത് സോഴ്സിൽ നിന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ അതിലെ പൊള്ളത്തരവും നിങ്ങൾക്ക് മനസ്സിലായിട്ടോ അല്ലെങ്കിൽ ആ സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടോ എന്തായാലും ഞാൻ അപ്പോൾ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, അങ്ങനെ എവിടുന്ന് തെളിവ് ഏതൊക്കെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്, അതങ്ങനെ എനിക്കെടുത്തിട്ട് എന്നാൽ ജനോസൈഡിൽ നിന്ന് അങ്ങനെ എനിക്ക് സമ്മതിച്ചാൽ പോരെ, ഇതാണ് ഞാൻ അന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സാധിക്കില്ല. ഞാനിപ്പോഴും ആ വെല്ലുവിളി വെക്കുകയാണ്. ഏതാണ് കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി രക്ഷയില്ല. അപ്പോൾ 5 ലക്ഷം നിങ്ങൾ വെറുതെ കളഞ്ഞു എന്നാണ് പറയുന്നത്. ഏറ്റെടുത്ത ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് ഒരാൾക്ക് പോലും അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിൽ ഈ ആംനസ്റ്റിയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല ഈ പറയുന്ന സംഗതി തെളിയിക്കാൻ എന്നുള്ളത് സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ വോക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ പരിപ്പിനി വേവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അതെ ഇപ്പോൾ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത്, അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് എന്നും കൂടിയാണ് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവിക്കില്ല, നിങ്ങളുടെ ദാല് വന്ന് യഹാൻ കുക്ക് സമ്മതിക്കില്ല, അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഗിയർ മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതിന് ഒരു റെക്കഗ്നേഷനായിട്ടൊക്കെ ഇതുപോലെ വരുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പോൾ ഇവിടെ കുറേ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ, പുറകിലൊക്കെ ഇരിക്കുന്ന കുറേ ട്രോഫി അതും ഇതൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ എന്താ കാര്യം, ഇങ്ങനൊരു സംഗതി ചെയ്തു എന്നുള്ളൊരു റെക്കഗ്നേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കൂടുതലും ഇരിക്കുന്നത് എസൻസിൻ്റെ ട്രോഫികൾ അല്ലെങ്കിൽ എസൻസ് തന്നെ തന്നിട്ടുള്ള വേദികളിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ തരുന്ന ഈ ഫലകങ്ങൾ പോലുള്ള സംഗതികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ NRCയുടെ ഉണ്ട്, പിന്നെ അങ്ങനെ പിന്നെ ഉള്ളത് നമ്മളെ സംഘികളുടെ 1-2 ഉണ്ട്. ഇതല്ലാതെ സാധനമല്ല. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇത് കാണുകയാണെന്ന് വിചാരിക്കാം, അത് ശരി, അപ്പോൾ നീ സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ നീ സ്വന്തമായിട്ട് സാധനം അടിച്ചിറക്കുകയാണോ എന്ന് തോന്നൽ വരെ ചിലപ്പോൾ വന്നേക്കാം. ഇതാണ് അവസ്ഥ. കാരണം എന്താ, ഇത് സംസാരിക്കാൻ വേറെ ആളുകളില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ. ഇത് സംസാരിക്കുന്ന ആളുകൾ ഒന്നുകിൽ അവർ പഴം പുഴുങ്ങുന്നത് എങ്ങനെ, കപ്പ പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള വീഡിയോ ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ വിശ്വനാഥൻ ഡോക്ടർ ഒരു കാലത്ത് വലിയ തരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകളാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വന്തം പണി എന്ന് പറയുന്നത് കപ്പ ഉണക്കുന്നത് എങ്ങനെ, പഴം പുഴുങ്ങുന്നത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് നാട്ടുകാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്താ ഇങ്ങനെ അധപ്പതിച്ച് പോയതിൽ നമുക്ക് വലിയ വിഷമമുണ്ട്. നിങ്ങൾ പഴം പുഴുങ്ങൽ പഠിപ്പിക്കണമെന്നൊന്നും നമുക്ക് തിരക്കിടുന്നില്ല. പക്ഷേ നിങ്ങളുടെ റോള് ശരിക്കും എന്താണ്, പഴം പുഴുങ്ങൽ പഠിപ്പിക്കലാണോ? അല്ലല്ലോ. അതിവിടെ പഴം വിഴുങ്ങിയിരിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്, അത് അവർ ചെയ്യും. നിങ്ങൾക്കൊരു വലിയ റോളുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്, ഇപ്പോൾ ഈ ഹോമിയോപ്പതി ഞാൻ ഉപേക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വിശ്വനാഥൻ ഡോക്ടറാണ്. വിശ്വനാഥൻ ഡോക്ടറും മറ്റൊരു ഡോക്ടറും തമ്മിൽ പ്രക്ഷോഭമാണെന്ന് തോന്നുന്നു. ഒരു സംവാദം നടക്കുകയാണ് ഒരു വേദിയിൽ. അതിനകത്ത് ആൾ ചെയ്ത് കാണിക്കുന്ന ഒരു ലൈവ് എക്സ്പെരിമെൻറ്റും ഇതൊക്കെ കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് കിളിപോയി. നമ്മൾ ഹോമിയോ ഡോക്ടറാണെന്ന് ആലോചിക്കുക. അപ്പോഴാണ് നമ്മൾ ഇതിലിങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ ആ സ്വതന്ത്ര ചിന്ത ബട്ടൺ അമർത്തി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്, ഈ പറഞ്ഞു നടന്നിരുന്ന ആളുകളൊക്കെ ഇന്നിപ്പോൾ വാലും ചുരുട്ടി പഴം പുഴുങ്ങണ പഠിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അവർ റിട്ടയർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പോട്ടെ, പക്ഷേ ഇവർ ഈ മേഖലയിൽ കൊടുക്കേണ്ട ഒരു വലിയ സംഭാവന അവർക്കുണ്ടായിരിക്കെ അവരതിന് വില മതിക്കാതെ ഇതുപോലെ വളരെ പിന്തിരിപ്പനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും അതിന് കുട പിടിക്കുകയും ചെയ്യുക. ഒരു വശത്ത് പോയിട്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനത്തെയാണ് വിമർശിക്കേണ്ടതെന്ന് പറയുക, എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ഇസ്ലാമിനെ പുൽകുക. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് നമുക്ക് നമ്മൾ എതിർക്കേണ്ട വിഷയമാണ് നമ്മൾ പറയും. അപ്പോൾ ഉടനെ നിങ്ങൾ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം ആഗോളതലത്തിൽ തന്നെ ഒരു കള്ളക്കഥയാണ്, ഒരു ഇൻഡാസ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ അത് വലിയ സംഭവമാണെന്ന് നമ്മൾ ഇസ്ലാമിക് ഈ ജിഹാദികൾക്ക് ഏറ്റവും അനുകൂലമായ വാദം ഇവിടെ ഉയർത്തുന്നവരാണ് ഈ വിശ്വനാഥൻ ഡോക്ടർ പോലുള്ള ആളുകളാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് സ്ഥാപിക്കൽ ആരുടെ ആവശ്യമാണ്? അത് ജിഹാദികളുടെ ആവശ്യമാണ്. അതേ പണി വളരെ എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനായിട്ട് ഇവിടുത്തെ വിശ്വനാഥൻ ഡോക്ടറൊക്കെ മാറുമ്പോൾ അത് നമ്മൾ പറയും. അപ്പോൾ ആൾക്കത് പിടിക്കുന്നില്ല. അപ്പോൾ എന്താ പിന്നെ വഴി? ഇത് പറയുമ്പോൾ നമ്മൾ പിന്നാലെ കൂടുന്നതുകൊണ്ട് പിന്നെ അത് പറയാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പഴം പുഴുങ്ങുന്ന പഠിപ്പിക്കുക. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വോക്കുകളുടെ ഒരു അന്ത്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ഇറലവൻ്റ് ആവും എന്നതാണ് നമ്മളെപ്പോഴും പറയുക. നിങ്ങൾ ഇതുപോലെ പബ്ലിക് സ്പേസിൽ നിന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടാനോ ഉള്ളൊരു സാധ്യത അവിടെ വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പറയുന്നത് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ പഴം പുഴുങ്ങുന്നത് പഠിപ്പിക്കേണ്ടി വരും. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ആ ഒരു ആംഗിൾ, വിശ്വനാഥൻ ഡോക്ടറുടെയൊക്കെ ആ ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ്, അത് എന്തെല്ലാം നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. യോഗയെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും ഈവൻ ഇടതുപക്ഷത്തിൻ്റെ സംഗതികളെക്കുറിച്ചും ഹിന്ദുത്വ വിമർശനം പുള്ളി നടത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നു പോലുമില്ല. പക്ഷെ പറയുന്നത് പുള്ളി എന്തോ വലിയ ഫാഷിസ്റ്റ് വിരുദ്ധനാണെന്നാണ്. ഇസ്ലാമിൻ്റെ തോളി കൈയിട്ടിട്ടെ ഏറ്റവും ലോകം കണ്ട ഹിറ്റ്ലറിന് പോലും മാതൃകയായ സാധനമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെയാണ് പുള്ളി തോളി കൈയിട്ടിട്ട് ബാക്കി ഫാഷിസ്റ്റ് വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. പോട്ടെ, ഇത് ശരിയല്ല. അതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഒരു വലിയൊരു മേഖലയാണ്. ഇതിനകത്ത്
വേറെ വേദികളില്ലാത്തതുകൊണ്ട് അത് ഇതുപോലെ റിലൻലെസ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എസൻസിനെ പോലെയുള്ള സംഘടനകൾക്ക് വലിയ പങ്കുണ്ട്, അവർക്ക് വലിയൊരു റോളുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് വിയോജിപ്പുകളും എതിർപ്പുകളൊക്കെ ഉള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അത് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എസൻസിലുണ്ട്. നമുക്ക് നേരിട്ട് പറയാനും പറ്റാറുണ്ട്. അവരോട് പറയുന്നു, മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയുന്നു. ഇതാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ ഉടനെ ക്യാൻസൽ ചെയ്യുക ഇതൊന്നുമല്ല നമ്മളെ പരിപാടി. അതുപോലെ കുറച്ചെങ്കിലും ഇന്ന് നമുക്കൊക്കെ ഒരു വേദി തരുന്ന മറ്റൊരു കൂട്ടമാണ് KYS. KYS നമ്മളെ കേരളത്തിലെ വലിയൊരു എന്താ പാരമ്പര്യമുള്ള ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. അവരും ഈ പറയുന്ന പോലെ നമ്മളെ പല പ്രഭാഷണങ്ങൾക്കും വിളിക്കാറുണ്ട്, പല കാര്യങ്ങൾക്കും അവർ യോജിക്കാറുണ്ട്. അവർക്ക് വിയോജിപ്പുള്ളടുത്ത് അവർ വിളിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വേദികളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. അതേപോലെ ഇനിയിപ്പോൾ മറ്റൊരു സാധനമാണ്, എന്താണ് ജനൻ TV-യിൽ മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് ചോദിക്കുക. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിഷയങ്ങൾ, സൂംബ വിവാദം ഉണ്ടാകുന്നു, മറ്റ് പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇവിടെ നമ്മൾ ഈ പറയുന്ന ജനൻ TV വിളിച്ചു, ഞാൻ പോയി, പിന്നെ ഏതൊരു ചാനൽ ന്യൂസ് 18 വിളിച്ചു പോയി. അപ്പം നമ്മളുടെ മേത്ത് ആരോപിക്കപ്പെടുന്ന പരാതി എന്താണ്? നീ ജനൻ TV-യിൽ മാത്രം പോകുന്നു. ശരി, ഞാൻ പൊക്കോളാം, ഞാൻ ജനൻ TV-യുടെ മുതലാളിയാണല്ലോ. ഈ പറയുന്ന ആളുകൾക്ക് എന്താ വേറെ ചാനലിൽ പോകാൻ പറ്റാത്തത്? അതെന്താ നിങ്ങൾക്ക് പോയാൽ? അപ്പോൾ എന്താ നിങ്ങളാരെങ്കിലും തടഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിളിക്കണോടത്ത് പോവുകയില്ല, നിങ്ങളാരും വിളിക്കുകയില്ല എന്ന് വരുമ്പോൾ സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് പറയാനുള്ള സാധനം നിങ്ങൾ പഴം പുഴുങ്ങുന്നത് എങ്ങനെയെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ഇതാണ് സംഭവിക്കുക. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ഏത് മീഡിയത്തിലൂടെയാണെങ്കിലും നമ്മൾ പറയും. ഇതാണ് നമ്മളുടെ രീതി. അതിപ്പോൾ ജനൻ TV-യുടെ മീഡിയ ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ പറയും. അത് നമുക്ക് പറയാനുള്ളത് പറയാന്നുള്ളത്, അല്ല അവർക്ക് വേണ്ടി പറയാന്നുള്ളതൊന്നുമല്ല. ഏതായാലും ഇപ്പോൾ അതേപോലൊരു വേദി ഇപ്പോൾ കഴിഞ്ഞ ഈ 23-ാം തീയതി ഒറ്റപ്പാലത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരിന്നും വിളിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ നമ്മുടെ ഹൈവേയിൽ ഈ തൃശ്ശൂർ കടന്നു കിട്ടാനുള്ള വലിയ ഒരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാത്ര വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യമാണ്. 2-3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് അവിടെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അത്രമാത്രം കുഴപ്പം പിടിച്ച ഒരു വഴിയായിട്ട് മാറിയിരിക്കുകയാണ്. യാത്ര തീരെ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വലിയ ട്രാഫിക്കും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോരും. അതുകൊണ്ട് ട്രാഫിക്ക് മാറാൻ നിങ്ങളുടെ ഏതാണോ മൂർത്തി ആ മൂർത്തിയോടൊന്ന് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം യാത്ര വയ്യ, അത്രമാത്രം ബുദ്ധിമുട്ട്. ഓടിച്ച് നമ്മൾ പരിപ്പളകും എന്നുള്ളത് തന്നെയാണ്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ബ്ലോക്ക് പരിഹരിക്കാനുള്ള വഴികൾ അത് വേറെ ഉണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറയുന്ന വഴി വേറൊരു വഴി കൂടെ ഒരു പ്ലാൻ ഉണ്ട്, നോക്കട്ടെ. എന്തായാലും നമുക്ക് സാധിക്കും തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഇക്കോ ചേമ്പേഴ്സ് അത് ഭേദിച്ചുകൊണ്ട് നമ്മൾ പുറത്ത് കിടക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രീതി. എക്കോ ചേമ്പറുകൾക്ക് അപ്പുറം നമ്മളുടെ ആശയങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അതിനുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്നൊരു ഔട്ട്പുട്ട് അത് ഇതുപോലെയുള്ള അവാർഡുകളായിട്ട് നമ്മൾ തേടിയെത്തുമ്പോൾ നമുക്കൊരു സന്തോഷം. നമുക്ക് പറയാനുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇതേപോലെ മറ്റ് മേഖലയിലുള്ള ആളുകളും ഇത് സ്വീകരിക്കുന്ന ഈ തരം ചിന്തകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടുകൾ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നും, കൂടുതൽ ആളുകൾക്ക് അത്തരം ഒരു എക്സ്പോഷർ കിട്ടുന്നൊരവസ്ഥ ഉണ്ടായാൽ, കൂടുതൽ ആളുകൾ ഇതുപോലെ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ സമൂഹത്തിന് അത് ഗുണമാകും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊരു ആശയം വന്നത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നു അത് എസൻസിൻ്റെ ഒരു വേദിയിൽ പലപ്പോഴും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നമ്മൾ കൂടുതൽ അറിയാൻ പറ്റുന്നതുകൊണ്ടൊക്കെയാണ് നമുക്കിത് നമ്മൾ നോമിനേഷൻ കൊടുക്കാതെയൊക്കെ ഇത് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ വളരെ മികച്ച രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ഉണ്ടാക്കി ഈ ശാസ്ത്ര പ്രചാരണമൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകൾ വേറെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്ര വലിയ ഒരു സമ്മാനത്തുകയൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു റെക്കഗ്നീഷൻ അങ്ങനെ ഒരു ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കുന്നതാണെങ്കിൽ, അപ്പോൾ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ഫ്രീ സ്പീച്ച് അതല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ മേഖലയിൽ എന്ന് വെച്ചാൽ ഈ ശാസ്ത്ര പ്രചരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നവോത്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരെ നമുക്കൊന്ന് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊരു റെക്കഗ്നീഷൻ അവർക്കും കൂടി കൊടുക്കാൻ പറ്റിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അതിനും കൂടി ഒരു ശ്രമം നമ്മൾ നടത്തണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കമൻറ്റിൽ അങ്ങനെയുള്ള ചാനലുകളുടെ പേര് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ആരെങ്കിലും ഒരാൾ തുടങ്ങി വെച്ചാൽ ആ കമൻറ്റ് നമുക്ക് പിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ താഴെ വരിക. അപ്പോൾ ആളുകൾക്കത് സെർച്ച് ചെയ്യാനും അത്തരം ചാനലുകളിലേക്ക് പോയി അതും കണ്ട് അവർക്കൊരു പ്രചോദനമാകാനൊക്കെ അത് സാധിക്കും. നമുക്കിപ്പോൾ സമ്മാനം കൊടുത്തില്ലെങ്കിലും ഈ ഒരു റെക്കഗ്നീഷൻ അവർക്ക് കൊണ്ടെത്തിക്കാൻ അവർ ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്കിതിങ്ങനെ ഈ ഷോർട്സൊക്കെ കിട്ടും, ഇങ്ങനെ കുറേ പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും റീച്ച് വരുന്നത്. നമുക്കിതൊരു ടീമിനെയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സിനൊന്നും ഇത് സാധിക്കാറില്ല. വരുമാനം എന്നൊക്കെ പറയുന്നത് വളരെ മിനിമം
മിനിമലായിട്ടാണ് ഇത് വരിക. അത്ര വലിയ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. പ്രത്യേകിച്ച് ഈ വളരെ കുറഞ്ഞ ഇപ്പോൾ ധ്രുവരാട്ടിയെ പോലെയൊക്കെ ആഴ്ചയിലൊന്നും ഇടുക എന്ന് പറയുമ്പോൾ അത് ആ വ്യൂ ഉള്ളതുകൊണ്ടാണ് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. വ്യൂ അത്രയൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒരാഴ്ച ഇടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ലൈവ് ചെയ്യാൻ കഴിയുന്നുണ്ടും അത് കട്ട് ചെയ്തിട്ട് അച്ചാറ്, ഉപ്പേരി പോലെ കറിക്ക്, ബിരിയാണിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അരിഞ്ഞ് മുറിച്ചിടുന്നതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ഇത് സാധിക്കാറില്ല. കാരണം ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, റെക്കോർഡിങ്, അതിൻ്റെ ടൈം, ഇതെല്ലാം വലിയ ടൈമാണ് ഇതിൽ ഏറ്റവും പ്രശ്നം. നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ മെനക്കെടുള്ള കാര്യമാണ്. നമ്മളതൊക്കെയാണ് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഈ സംവിധാനം ഒരുക്കുന്നത്. ഈ സംവിധാനം ഇങ്ങനെ ഒരുക്കാൻ നമുക്ക് ഐഡിയ വന്നതും ഇങ്ങനെ ചെയ്തതും അതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കാനുള്ള ആ ഒരു നിലയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചതും പ്രേക്ഷകരാണ്. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് അത് വെറുതെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നമ്മളെ ചാനൽ കാണുന്നത് മുതൽ നിങ്ങൾ തരുന്ന ഡൊണേഷൻസ് വരെയുള്ള കാര്യങ്ങൾ അതിലേക്ക് എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പങ്ക് ചെറുതല്ല. അപ്പോൾ ഈ ഒരു അവാർഡ് എന്നൊക്കെ പറയുന്ന സംഗതിയിൽ നമുക്കൊരു അപ്രീസിയേഷൻ, 2 വാക്ക് മറ്റൊരു കൂട്ടർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളാക്കിയ നിങ്ങൾക്കാണ്. അപ്പോൾ അത് കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് അവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടീം വർക്ക്, ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അത് തുടർന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കുണ്ടാകുന്ന ബേൺ ഔട്ട്സ് അതില്ലാതെയാക്കാനും നമുക്ക് മുന്നോട്ട് റിലൻലെസ്ലി ഇത് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു എനർജി, ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സംഗതി. ഇന്ന് തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇന്നും ലൈവില്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചോദിക്കുന്നത്. എല്ലാവരോടും വൈകിപ്പോയതിന് ക്ഷമ ചോദിക്കുകയാണ്. കുഴപ്പമില്ല, നമ്മൾ കട്ട് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഈ നമ്മളെ പിന്നാലെ ഇത് വന്നുകൊണ്ട് നമ്മൾ പ്രചോദനം തന്നുകൊണ്ടേയിരിക്കുന്ന അങ്ങനത്തെ കുറച്ച് ആളുകൾ കൂടി ഉണ്ടാകുമ്പോൾ ഇതൊരു വലിയൊരു സംഭവമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മീൻസ് ഇത് നമുക്ക് മടി പിടിച്ച് കിടക്കാനുള്ള ഒരു അവസരം തരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയും കൂടിയാണ് ഇത് മുന്നോട്ട്. ആളുകൾ ചോദിക്കാറുണ്ട്, നിനക്കിത് എങ്ങനെയാണ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണമെന്നൊക്കെ ചോദിക്കും. ചെയ്യണത് ഇങ്ങനെയാണ്. ചെയ്യാൻ നമ്മളൊന്ന് ഉറങ്ങിപ്പോയാൽ എണീപ്പിക്കാൻ വരെ ആളുകൾ ഇവിടെ പ്രേക്ഷകരായിട്ടും അഡ്മിൻസായിട്ടുള്ളപ്പോൾ നമ്മളെങ്ങനെ കിടന്നുറങ്ങും വീഡിയോ ചെയ്യാതെ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന മാതിരിയുള്ളൊരു ഫീലല്ല. ഇതൊരു പല ആളുകളെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീൽ, അത് വലിയൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഗതിക്കുമുള്ള ഒരു ഓർത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു അവാർഡ് അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദ ബിഗ്ഗസ്റ്റ് താങ്ക്സ് അത് നമുക്ക് പറയാനുള്ളത് എസൻസിന് തന്നെയാണ്. എസൻസിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് പോലും വളരെ യാദൃശ്ചികമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ എസൻസിലെ വീഡിയോ കാണുന്നു, രവിചന്ദ്രൻ്റെ പ്രസംഗം കേൾക്കുന്നു, വൈശാഖൻ തമ്പിയുടെ കേൾക്കുന്നു, അതുപോലെ ജബ്ബാർ മാസ്റ്റർ, അങ്ങനെ കേട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കേട്ട് നടക്കുന്ന സമയത്ത് നമ്മളൊരു സാധാരണ ഹോമിയോ ഡോക്ടറായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു പോസ്റ്റ് എഴുതുന്നു, പോസ്റ്റ് വൈറലാകുന്നു, ഹോമിയോ ഡോക്ടർമാരെല്ലാവരും എന്നെ പഞ്ഞിക്കിടുന്നു. അങ്ങനെ ഈ സ്വന്തം ഇന്ത്യ മേഖലയിലുള്ള ആളുകൾ, പല ആളുകളും വിളിച്ചിട്ട് ജോസഫ് മാഷിൻ്റെ കൈവെട്ടുണ്ടായപ്പോൾ മാഷ് ആദ്യം പോയി കാണുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തത് എസൻസിലെ തന്നെ കുറച്ച് ആളുകളായിരുന്നു എന്ന് പറയാറുണ്ട്, നമ്മൾ റിജുവേട്ടനും പോലെയുള്ള ആളുകളൊക്കെ. അപ്പോൾ അങ്ങനെ ചെന്ന് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ മതമില്ലാത്ത ആളുകൾ അവിടെ ചെന്ന് ആ ഒരു സംഗതിയോട് ഐക്യപ്പെടുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായതുപോലെ ഹോമിയോ മേഖലയിൽ നിന്ന് വലിയ തോതിലുള്ള അക്രമങ്ങൾ, ആ ഒരു സോഷ്യൽ മീഡിയ ലിഞ്ചിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വരെ നമ്മൾ വീട് അഡ്രസ്സൊക്കെ തേടി പിടിച്ച് അവിടെ പോവുക, ഡോക്സ് ചെയ്യുക, ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്ത് ആകെ കുഴപ്പം പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു സപ്പോർട്ടുമായിട്ട് വന്നത് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്കൊരു പരിചയമില്ലാത്ത ഈ എസൻസിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് അന്നും വന്നത് റിജുവേട്ടനാണ്, കോഴിക്കോട് തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നു, അതിനുവേണ്ടി ചെയ്യുന്നു. മറുനാടനിലാണ് അന്ന് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ കഴിഞ്ഞ് കാണുന്നത് ലിറ്റ്മസിൻ്റെ ഒരു പ്രോഗ്രാം 2019 അതിന് മുന്നേ ആണോ അവിടെ കോഴിക്കോട് വെച്ച് നടന്നപ്പോൾ എല്ലാം സെറ്റായി പരിപാടി തുടങ്ങാൻ ഏതോ 1-2 ദിവസം കണ്ട് ബാക്കിയുള്ളപ്പോഴാണ് ഒരു സുഹൃത്ത്, ഇതേപോലെ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളോട് പറയുന്നു, ലിറ്റ്മസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പങ്കെടുക്കുന്നതിന് എന്താണ് കുഴപ്പം? അപ്പോൾ ആൽമഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ആൾ പോകുന്നു, ആളെവിടേക്കോ ആരുടെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. പിന്നെ കാണുന്നത് എസൻസിൻ്റെ ഒരു ഭാരവാഹി എന്നെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഡോക്ടറെ പരിചയപ്പെട്ടതിൽ സന്തോഷം, കലാലയൻ രാജൻ ആളാണ് വിളിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ.
ബോണ്ട് ബാബു ഇവരൊക്കെയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങനെ പരിപാടിയുണ്ട്, ഇങ്ങനെ ഒരു സംഗതി, അപ്പോൾ അതിൽ വരണം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ രവിചന്ദ്രൻ സിയും മെസ്സേജ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വെൽക്കം എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എത്തുകയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ എൻട്രി എസൻസിലേക്ക് വരുന്നത് തന്നെ നമ്മൾ ലിറ്റ്മസിലെ ഈ ഒരു പരിപാടിയിലേക്കാണ്. 2018 എൻ്റെ ഓർമ്മ, കോഴിക്കോട്. അപ്പോൾ അവിടെ ആ പരിപാടിയിൽ ആൽമട്ടിൽ ഒരു മൂലയിൽ ഒരു മുട്ട കടിച്ചിരിക്കുന്ന സമയമാണ്. അന്ന് മുട്ട അടിക്കാനുള്ള കാരണമുണ്ട്. കാരണം അന്ന് മോൻ ജനിച്ചിരിക്കുന്ന സമയമാണ്, മൂത്ത കുട്ടി. അപ്പോൾ മൂത്ത ആളുടെ തലമുടി മുട്ടയടിക്കരുത്. കാരണം ഇത് ജനിച്ച കുട്ടികളുടെ ഈ ചെറിയ കുട്ടി തല ഓട്ടി ഉറയ്ക്കാത്ത സമയത്ത് കൊണ്ടുപോയി മുട്ടയടിക്കുക എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ചൊരു സാധനമാണെന്നാണ് നമ്മൾ പറയുക. കാരണം പല ഇൻഫെക്ഷൻസ് വരും. ആ ഇൻഫെക്ഷൻ നമ്മൾ ഈ സൂച്ചേഴ്സൊക്കെ ഈ ഇതിൻ്റെ ഈ സാധനം ഫുള്ള് ഫ്യൂസ് ആവാത്തൊരു സമയത്ത് ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് ബ്രെയിനിലേക്ക് വരെ ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരിക്കുക. ഇത് ഇപ്പം ചെയ്യരുത്, കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് വെട്ടാലോ എന്ന് പറയുമ്പോൾ സമ്മതിക്കാതെ അപ്പം തന്നെ കൊണ്ടുപോയി മുട്ടയടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയി അങ്ങ് മുട്ടയടിച്ചു. ഒരു പ്രതിഷേധം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ നിൽക്കുന്ന മുട്ടത്തലേനായിട്ടിരിക്കുന്ന സമയത്താണ് അന്ന് പരിപാടി വരുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓരോ വേദികളിലേക്ക് വരുന്നു. അപ്പോൾ അന്ന് ഹോമിയോപ്പതി വിമർശനമാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. ഹോമിയോ മാഫിയ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അവിടെ ചെയ്യുന്നു. പിന്നെ അങ്ങനെ ചെല്ലുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വേറെ ലെവലിലേക്ക് മാറുന്നു. കായംകുളത്ത് നമ്മുടെ പരിപാടി, KYSൻ്റെ ഒരു പരിപാടി വരുന്നു. അങ്ങനെ പിന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് സംഗതി, ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ മാറ്റം അല്ലെങ്കിൽ ഇതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്ന ആളുകളെ റീച്ച് ഔട്ട് ചെയ്തിട്ട് അവർക്കൊരു വേദി കൊടുക്കുന്ന കാര്യത്തിൽ എന്നും എസൻസ് മുന്നിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നീടും ഒരുപാട് ആളുകൾ അതിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പല ആളുകളും ഇന്നും പുതിയതായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊരു വലിയൊരു ലോക മാതൃകയാണെന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഭാഗമായിട്ടുള്ള ചില ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ലിറ്റ്മസിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ ഇങ്ങനെ അന്തം വിട്ടുകയാണ്. ഒരു ലോകത്തിൻ്റെ ഒരു മൂലയിലുള്ളൊരു ചെറിയൊരു ചെറിയ രാജ്യമല്ല, വലിയ രാജ്യത്തിൻ്റെ മൂലയിലുള്ള ചെറിയ ഒരു സംസ്ഥാനത്തെ ഒരു കൂട്ടം ആളുകൾ ചെയ്തു കൂട്ടുന്ന വലിയ കാര്യങ്ങൾ എന്നാണ് അവരതിനെ കാണുന്നത്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തിരിഞ്ഞു നടക്കുന്ന ഈ പറയുന്ന ഡോഗ്മകളെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയായിട്ടാണ് നമുക്കതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ എന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഒന്ന് ചുരുക്കുകയാണ്. വളരെ സന്തോഷം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.